ഹായ് ഗായ്സ്, ഹൈടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ലക്ഷദ്വീപ് വന്നു, ബാക്കി അതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു, എങ്ങനെയാണ് വന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫ്രണ്ട് മുഖാനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പുള്ളിയാണ് എനിക്ക് പെർമിറ്റും ബാക്കി ഇവിടത്തുള്ള റൂം അതേപോലെ ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. പുള്ളിക്കാരൻ്റെ ഒരു പാക്കേജ് എടുത്താണ് ഞാൻ വന്നത്, ഒരു 4 ദിവസത്തെ പാക്കേജ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലക്ഷദ്വീപ് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുക. നിങ്ങളെ അവിടെ ഉള്ള അവിടെ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങൾക്കിപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആപ്പ് വഴി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. പോൾ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആപ്പുണ്ട്. ആപ്പ് മുഖാന്തരം നിങ്ങൾക്ക് ഒരു 14 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവരിവിടുത്തെ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളെ സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ പാക്കേജ് എടുത്ത് വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് എടുത്തും വരാം. പാക്കേജ് പല രീതിയിലുള്ള പാക്കേജുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ പാക്കേജുകളുണ്ട്. 35,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജുകൾ നിരവധി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് പാക്കേജ് എടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ എൻക്വയറി ചെയ്ത് നോക്കിയാൽ എക്സ്പെൻസ് അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സോ അതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഖാന്തരം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ കോസ്റ്റിൽ ലക്ഷദ്വീപ് അഗത്തി ഐലൻഡൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾ വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. ഫ്ലൈറ്റാണ് എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്നുള്ള ഷിപ്പൊന്നും വലുതായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ലക്ഷദ്വീപിലോട്ട് വരുന്നില്ല. അതേപോലെ തന്നെ റിട്ടേൺ നിങ്ങൾ ഷിപ്പിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലൈറ്റിൽ വരിക. ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് വരുന്ന ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് പെർമിറ്റ്. ഇതാ ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള പെർമിറ്റാണ്. അപ്പോൾ ഈ പെർമിറ്റിലാണ് ഞാൻ വന്നത്. നിങ്ങൾ ഈ പെർമിറ്റിൽ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ടൈമിൽ നിങ്ങൾ ഇവിടെ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോവുക. നിങ്ങളെ പെർമിറ്റ് കൊണ്ട് കാണിച്ച് അതേപോലെ തന്നെ അവിടെ നിന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിങ് ഒരു ചെക്കിങ് കാണും. പെർമിറ്റ് അവിടെ കാണിക്കണം എയർപോർട്ടിൽ. അത് കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വരിക. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളുടെ പെർമിറ്റും കാര്യമെല്ലാം കാണിച്ച് അവിടുത്തെ ബുക്കിൽ സൈൻ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ പെർമിറ്റ് കാണിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോകുകയാണെന്ന് ഉള്ളത് അവിടെ എഴുതി കൊടുക്കണം. അത്ര തന്നെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. പിന്നെ നിരവധി വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ്, കയാക്കിങ്, അതേപോലെ ബോട്ട് എടുത്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഈ ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു. അകത്തിൽ നിന്ന് കവരത്തിയിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതൊരു 6 മണിക്കൂറത്തെ ജേണി ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ട് നമ്മൾ പോയിട്ട് വന്നു. കവരത്തി എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്നാണ് നമ്മൾ തിരിച്ചു വന്നത്. അത് നമുക്കിപ്പോൾ ഒരു 8 പേര് 9 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് പൈസ ഷെയർ ചെയ്ത് ഒരു ബോട്ട് എടുത്ത് നിങ്ങൾക്ക് വേറൊരു ദ്വീപിലോട്ട് പോകാം. അത് പെർമിറ്റ് എടുക്കുന്ന ടൈമിന് ഇപ്പം കവരത്തിയിലാണെങ്കിൽ കവരത്തിയിൽ പോകാനുള്ള പെർമിറ്റ് കൂടെ നിങ്ങൾ എടുക്കണം. ഒരു ദ്വീപിലിപ്പം ഞാൻ എടുത്ത ടൈമിന് ഞാൻ അഗത്തിയും കവരത്തിയും വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാതാണ്ടേ അഗത്തി കവരത്തി 2 ദ്വീപ് വിസിറ്റ് ചെയ്യാനുള്ള പെർമിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കവരത്തി പോകുന്ന ടൈമിലും നിങ്ങൾ കവരത്തി പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കണ്ട് ഈ പെർമിറ്റ് അവിടെ കാണിച്ച് അവിടെ പോയി സൈൻ ചെയ്യണം. പെർമിറ്റ് എല്ലാം വെരിഫൈ ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് പറഞ്ഞ ടൈമിന് അവിടെ സ്റ്റേഷനിലെല്ലാം കണ്ട് എഴുതി കൊടുത്തിട്ട് വേണം നിങ്ങൾ റിട്ടേൺ എക്സിറ്റ് അടിച്ച് വരാനുള്ളത്. ഇവിടെ നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഫുഡ്, അതേപോലെ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നിങ്ങളിപ്പോൾ ഒരു 4 പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കറങ്ങാൻ വേണ്ടി നിങ്ങൾക്കിപ്പോൾ ബൈക്കൊക്കെ റെൻറ്റിന് എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മളെ നാട്ടിലേക്കാളും ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല കൂടുതലാണ്. ഇവിടെ വന്നിട്ട് 1 ലിറ്ററിന് 240 സംതിങ് എന്തോ ഉണ്ട്. നമ്മൾ വന്ന സമയത്ത് ഞാനൊരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ തിരിച്ചു കൊണ്ട് കൊടുക്കണം. വലിയ പൈസയൊന്നുമില്ല. റൂമും അതേപോലെ തന്നെ ചെറിയ പൈസയ്ക്കൊക്കെ കിട്ടും. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ടൈമിന് തന്നെ എയർപോർട്ടിന് അടുത്തൊക്കെ നല്ല ലോഡ്ജും റൂമെല്ലാം അവൈലബിൾ ആണ്. 500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂംസൊക്കെ ഉണ്ട്. AC റൂം
എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ വന്ന് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂമുകളായാലും എന്തായാലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ നല്ല അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തായിരുന്നു സ്കൂബ ഡൈവിംഗ് ഒക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള കടലിനടിയിലെ കാഴ്ചകളെല്ലാം കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്ന ടൈമിന് അതിനൊക്കെ നമ്മൾ ലോ കോസ്റ്റിന് ചെയ്യാൻ പറ്റും. 3000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മീറ്റർ ഡെപ്ത്ത്, 7 മീറ്റർ ഡെപ്ത്ത്, അങ്ങനെയുള്ള പല ഇതെല്ലാം അവർ ചെയ്തു തരും. അതേപോലെ നിങ്ങളിപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ അത് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്തു തരുന്നുണ്ട്. ഒരാഴ്ചത്തെ കോഴ്സൊക്കെ അവർ തരുന്നുണ്ട്. നല്ല ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ അവർ തരും. അങ്ങനെ അവർ അതിനുള്ള പെർമിറ്റൊക്കെ അവർ തന്നെ എടുത്തു കൊടുക്കും. 6 മാസത്തെ പെർമിറ്റൊക്കെ അവർ എടുത്തു കൊടുക്കും. പഠിക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് 6 മാസത്തെ പെർമിറ്റ് എല്ലാം അവർ തന്നെ സ്കൂബ ഡൈവിങ് പഠിപ്പിക്കുന്നവർ എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്കൊക്കെ നല്ല ഇഷ്യൂ ഉണ്ട് ഇവിടെ. നമ്മുടെ BSNL സിമ്മ് മാത്രമേ ഇവിടെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. എയർടെൽ കിട്ടും, ചില സമയത്ത് എയർടെലൊന്നും കിട്ടില്ല. 3G ആണ്, 3G ഒക്കെ കിട്ടില്ല. നല്ല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വരുന്ന സമയത്ത് BSNL ഒരു സിമ്മും കൂടെ എടുത്തുകൊണ്ട് വന്നാൽ അത് ഉപകാരമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സഹകരണവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഒരു അതിഥിയെ പോലെയാണ് അവർ കാണുന്നത്. പോലീസ് സ്റ്റേഷനിലായാലും അതേപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ എവിടെ പോയിരുന്നാലും നമുക്ക് വേറെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് വരില്ല. നല്ല രീതിയിൽ നമുക്ക് എല്ലായിടം കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന സമയത്തെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള വരവേൽപ്പൊക്കെയാണ് കിട്ടിയത്. വേറെ നമ്മളെ റൂമായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, അതേപോലെയുള്ള എല്ലാം നല്ല രീതിയിലായിരുന്നു. നമ്മളെല്ലാം പോയി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ഒരു ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം പോയി എല്ലാം കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഫുഡിനൊക്കെ നല്ല കോസ്റ്റ്, നമ്മളവിടത്തേനെക്കാട്ടിയും കുറച്ച് റേറ്റ് കൂടുതലാണ്. എങ്കിലും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ കഴിച്ച ഫുഡെല്ലാം അടിപൊളിയായിട്ടുള്ള. അപ്പോൾ ഫുഡിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ റേറ്റ് കൂടാൻ എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഷിപ്പിലാണല്ലോ സാധനങ്ങൾ പറഞ്ഞത്. ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് വരാൻ വേണ്ടി ലേറ്റായ. ഇപ്പോൾ തന്നെ നമ്മൾ വന്ന സമയത്ത് 2 ആഴ്ചയ്ക്ക് മുമ്പ് പുറപ്പെട്ടതാണ്. ഇവിടെ ഷിപ്പ് ഇന്നലെ വന്നത്. അപ്പോൾ അത് സാധനങ്ങളൊക്കെ വന്ന് എത്താനുള്ള ഒരു ഡിലേ കാരണമാണ് ഈ ഫുഡിനും ബാക്കി സാധനങ്ങൾക്കൊക്കെ റേറ്റ് ചെറിയ രീതിയിലൊക്കെ കൂടുതലാണ്. പിന്നെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ റിസോർട്ടൊക്കെ എടുത്ത് താമസിക്കുകയാണെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ വേണ്ടി സാധിക്കും. മെയിനായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ നല്ല രീതിയിൽ ഫോട്ടോകളും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളൊരു പ്രൈവറ്റ് ഐലൻഡിൽ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എന്തായാലും മറ്റന്നാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. നമ്മളെ ഫ്ലൈറ്റ് മറ്റന്നാണ്. അപ്പോൾ ഇന്നുവരെയുള്ള എന്ന് പറയുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് പാക്കേജ് എടുത്താണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് റൂം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് റൂംസാണ്. ഇതൊക്കെ നല്ല ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ബീച്ച് സൈഡിൻ്റെ അവിടെ വരുന്ന ടൈമൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. എങ്ങനെ പോലെ 8,000, 9,000 ആ റേഞ്ചൊക്കെ വരും. ഇപ്പോൾ ഈ ഒക്ടോബർ, നവംബർ ടൈം എന്നൊക്കെ പറയുന്നത് സീസൺ ടൈമാണ്. സീസൺ ടൈമിൽ നല്ല രീതിയിലുള്ള റഷും കാര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ കിട്ടാൻ വേണ്ടി നല്ല പാടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ എയർപോർട്ടിനടുത്ത് തന്നെ നിങ്ങൾ വരുന്ന ടൈമിന് അവിടെ നല്ല റൂംസും കാര്യങ്ങളും, AC റൂമുകൾ, അതേപോലെ ലോ കോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് വരാതെ ഇരിക്കാനാണ് ഞാൻ മാക്സിമം പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്ന ടൈമിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉള്ളവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഞാൻ നാളെ ഒരു ദിവസം കൂടെ കാണും. മറ്റന്നാളാണ് നമ്മൾ ഫ്ലൈറ്റ്, തിരിച്ച് റിട്ടേൺ പോകാനുള്ള ഫ്ലൈറ്റ്. എന്തായാലും ഇവിടെ വന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലക്ഷദ്വീപിൽ വന്നത്. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് വന്ന് കാണണം. നമ്മളിപ്പോൾ 2 ഐലൻഡിൽ പോയി. ഒന്ന് അഗത്തിയും പോയി, ഒന്ന് കവരത്തിയും പോയി. നല്ല ഒരു ബോട്ട് എടുത്താണ് പോയത് കവരത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞവർ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളതെല്ലാം നോക്കി കണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വരിക. ഗായ്സ്, പിന്നെ നമ്മുടെ ജിയോ സിമ്മൊന്നും ഇവിടെ കിട്ടില്ല. നിങ്ങൾ പറഞ്ഞ എയർടെൽ, BSNL ഈ 2 സിമ്മാണ് റേഞ്ച് ഉള്ളത്. എയർടെൽ ചില സമയത്തൊക്കെ 3G മാത്രമേ കിട്ടുള്ളൂ. 4G ഒന്നും നല്ല രീതിയിലൊന്നും കിട്ടില്ല. പക്ഷേ BSNL നിങ്ങൾ പറഞ്ഞ സമയത്ത് BSNLൻ്റെ ഒരു സിം കൂടെ എടുത്തുകൊണ്ട് വരിക. നല്ല രീതിയിൽ BSNL എവിടെ നിന്നാലും റേഞ്ച് കിട്ടും. കടലിൽ വരെ റേഞ്ച് ഉണ്ട്.
അപ്പോൾ അതൊന്ന് നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ കൊടുത്ത് പറഞ്ഞ പൈസ നിങ്ങൾക്ക് മുതലാക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ചിലവർ എന്ന് പറയുന്നത് പൈസ ഇത്ര ആവും, അത്ര പൈസ കൂടുതലാവും. ഫ്ലൈറ്റിനൊക്കെ ഇപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾ എടുത്ത് വരുമ്പോൾ ഒരു 11 സംതിങ് ഒക്കെ ആവും ടിക്കറ്റിന്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡും കൂടെ. അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റൊക്കെ അത് നോക്കിയെടുത്ത് വരിക. ഷിപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഷിപ്പിൽ വരിക. ഷിപ്പിൽ പറഞ്ഞത് നമുക്ക് നല്ല ലാഗാണ്. അവിടെ നിന്ന് നമ്മൾ വന്നാൽ റിട്ടേൺ നമ്മൾ ഷിപ്പിൽ പോകാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഷിപ്പിന് ടിക്കറ്റ് എപ്പോഴും കൊച്ചിയിലോട്ട് കിട്ടണമെന്നില്ല. അത് നല്ല രീതിയിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് വരേക്കും ബൈ.